ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തുമോ എന്ന ആശങ്കയ്ക്ക് ശക്തി പകരുന്ന പ്രതികരണങ്ങളും വാർത്തകളുമാണ് പുറത്തുവരുന്നത്. ഇനിയും പ്രതിഷേധക്കാർക്കെതിരെ നടപടി ഉണ്ടായാൽ ഇറാനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നായിരുന്നു വ്യാഴാഴ്ച ട്രംപ് നടത്തിയ പ്രതികരണം. ഇറാൻ ആളുകളെ കൊല്ലാൻ തുടങ്ങിയാൽ ഇറാനുമേൽ ശക്തമായ പ്രഹരമേൽപ്പിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതാദ്യമായല്ല ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഭീഷണി ഉയരുന്നത്. വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മദൂറോയെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ നടപടിക്ക് പിന്നാലെ തന്നെ ഇറാനെ ട്രംപ് നോട്ടമിട്ടിരുന്നു. അമേരിക്ക ഇറാനിൽ ഇടപെടാൻ സജ്ജമാണെന്നായിരുന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ട്രംപ് പറഞ്ഞത്. പ്രതിഷേധക്കാരെ കൊല്ലുന്ന നടപടി ഉണ്ടായാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്ന കുറിപ്പും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരുന്നു. അതിനിടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ കൊല്ലാൻ ട്രംപ് ഉത്തരവിട്ടേക്കുമെന്ന് പറഞ്ഞുകൊണ്ട് US സെനറ്റ് അംഗം ലിൻസി ഗ്രഹാമും രംഗത്തെത്തി. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കൻ അധീശത്വം സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ച ട്രംപ് പശ്ചിമേഷ്യയിൽ പക്ഷേ നേരിട്ട് ഇടപെടൽ നടത്തുമോ എന്നത് സംശയമാണെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലിനെ മുൻനിർത്തിയാകും ഇറാനിൽ ഇടപെടൽ നടത്തുക എന്നാണ് അവരുടെ അഭിപ്രായം. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വർഷങ്ങളായി അമേരിക്കയും ഇസ്രായേലും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് ഇറാനാണ് വിലങ്ങുതടി എന്നതാണ് അതിന്റെ പ്രാധാന്യം. ഇറാൻ കൂടി ക്ഷയിച്ചാൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് പിന്നെ ഒന്നും ഭയക്കാനില്ല. ജൂണിൽ ഇറാനെതിരെ നടത്തിയ 12 നാൾ യുദ്ധത്തിനിടെ ഇറാനിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അന്നത്തെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവ ഇറാൻ ജനതയെ സംബോധന ചെയ്തുകൊണ്ടായിരുന്നു. ഇറാൻ സർക്കാരിനെതിരെ ശബ്ദമുയർത്തണമെന്നും അവരുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ ആക്രമണം എന്നൊക്കെയായിരുന്നു നെതന്യാഹുവിന്റെ ആഹ്വാനങ്ങൾ.